തമാശ പറഞ്ഞതല്ല. ചവിട്ടി മരിക്കാൻ തയ്യാറാണെങ്കിൽ സൈക്കിളിനെ പോലെ ഇത്ര ലാഭമുള്ള വേറെ വാഹനമില്ല. പക്ഷെ മസിൽ കയറാണ്ട് നോക്കണം. പിന്നെ സൈക്കിൾ ഞാൻ കൊടുത്തപ്പോ ഭയങ്കര വിഷമായി പോയി. ഈ സൈക്കിളിന്റെ വേറെ പ്രത്യേകത എന്താന്ന് വെച്ചാ പെട്രോൾ അടിക്കണ്ട, ലൈസൻസ് വേണ്ട, ഹെൽമെറ്റ് വെക്കണ്ട, പിന്നെ പോലീസും പിടിക്കില്ല. പോലീസ് സ്റ്റേഷനോ? അല്ല, നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ. സംസാരിച്ച സ്റ്റേഷൻ എത്തിയത് അറിഞ്ഞില്ല. വേഗം ഇറങ്ങിക്കോ, ട്രെയിൻ ഇവിടെ 2 മിനിറ്റ് നിർത്തുള്ളൂ. സൂക്ഷിച്ച്. കൃഷ്ണ കൃഷ്ണ, അമ്മയും പെങ്ങളൊന്നുമില്ല. എന്തൊരു കഷ്ടമാണത്. അച്ഛാ, കൊച്ചേട്ടാ, ട്രെയിൻ നേരത്തെ വന്നോ? നിങ്ങൾ ലേറ്റ് ആയത്. നിന്നെ വീട്ടിലെല്ലാരും കാത്തിരിക്കുക. രാജീവ്, നീ ഇവളെയും കൊണ്ട് വേഗം വീട്ടിലേക്ക് ചെല്ലേ. ശ്രീരാമക്ഷേത്രത്തിലെ ഉത്സവം എടുക്കാറായില്ലേ? ഇന്ന് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. എന്റെ അയ്യോ, ട്രെയിൻ വിട്ടോ? ആളറിയാൻ്റെ കൃഷ്ണ, ഈശ്വര, ട്രെയിൻ വിട്ടല്ലോ. ഇനി പറ, സ്റ്റേഷനിൽ വെച്ച് നീ ആരെയാ നോക്കിയത്? അത് നീ ഇറങ്ങി വന്ന കമ്പാർട്ട്മെന്റിലേക്ക് കൂടെ കൂടെ തിരിഞ്ഞു നോക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. എന്ത്? നിനക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ആരോ ഒരാൾ ആ ട്രെയിനിലുണ്ടായിരുന്നു. ഇന്നലെ ഒരാളെ പരിചയപ്പെട്ടു. ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. ഇഷ്ടായി അല്ലേ? പിന്നില്ലേ, നമുക്കങ്ങ് ആലോചിച്ചാലോ? യു ഈസ് ജസ്റ്റ് ലൈക്ക് എ ഫ്രണ്ട്. ഷോ, ഞാൻ വല്ലാതെ അങ്ങ് പ്രതീക്ഷിച്ചു പോയി. അല്ല, എന്റെ ഒരു പ്രണയത്തെ വീഴ്ത്താൻ നിനക്ക് എന്താ വല്ലാത്തൊരു ഇൻട്രസ്റ്റ്? എനിക്ക് രക്ഷപ്പെടാലോ. ഒന്ന് ചോദിച്ചോട്ടെ, നിനക്ക് എന്നെ കല്യാണം കഴിച്ചാ എന്താ കുഴപ്പം? കൃഷ്ണ, എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പറഞ്ഞാൽ നിന്റെ വീട്ടുകാർക്ക് എന്റെ വീട്ടുകാർക്ക് മനസ്സിലാവില്ല. MBBS പഠിക്കുന്ന കാലം മുതൽ ആഗ്രഹിച്ചതാ ഹയർ സ്റ്റഡീസിന് സ്റ്റേറ്റ്സിൽ പോകണമെന്ന്. ഇപ്പൊ ദേ അഡ്മിഷനും ശരിയായി. ദേ, ഉടനെ കല്യാണം എന്ന് പറഞ്ഞ എന്നെ ഇപ്പൊ വിളിച്ചു വരുത്തിയിരിക്കുന്നെ. നിനക്ക് താല്പര്യമില്ലെങ്കിൽ നേരത്തെ പറഞ്ഞോ. എനിക്കുണ്ട് കുറെ ഫ്യൂച്ചർ പ്ലാൻസ്. കൃഷ്ണ, ഐ ആം സീരിയസ്. എനിക്ക് നിന്നെ ഒരിക്കലും ഭാര്യയെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കൂ? അതൊരു ഫ്യൂഡൽ ഹാങ് ഓവറാണ്. എങ്കിൽ നിനക്ക് പറഞ്ഞൂടെ? ആരോട്? ഓ, നിന്റെ അച്ഛനോടും അമ്മയോടും. ഒരു വിവരം ഇല്ലാത്തവരാ. ഇതെങ്ങനെ അറിഞ്ഞ അവരെന്നെ തല്ലിക്കൊല്ലും. ദേ അങ്കിൾ. അയ്യോ, എടുക്കില്ല. ഹലോ അങ്കിൾ. ഹലോ, കൃഷ്ണമോളാണോ? അതെ അങ്കിൾ. ജയഭാരതി, കൃഷ്ണമോളാണോ? സംസാരിക്കും. മോളെ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ, സുഖായിരുന്നു അങ്കിൾ. അവരൊന്ന് കൊടുത്തേ. ദാ അങ്കിൾ. ഹലോ. എടാ, അവളെ നിന്റെ കാറിലല്ലേ കൂട്ടിക്കൊണ്ടു പോകുന്നേ? ആ, അതെ. നിങ്ങൾ രണ്ടുപേരും തനിച്ചല്ലേ കാറിലുള്ളൂ? ജയഭാരതി, അവർ രണ്ടുപേരും തനിച്ചേ കാറിലുള്ളൂ. സംസാരിക്കേ. ഒന്ന് കറങ്ങി നടന്ന് പതുക്കെ വീട്ടിലോട്ട് പോയാ മതി. ഓ, എന്ത് സംഭവിച്ചാലും പേടിക്കണ്ട. നിങ്ങളുടെ കല്യാണം ഉടനെ നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം. 1-2 ദിവസത്തിനകം ഞങ്ങൾ അവിടെ എത്തിയേക്കാം. ഞാൻ ഇന്ന് തന്നെ പോരും. ഒന്നുകളെ ഞാൻ എന്താ അവനൊന്ന് തിരിച്ചു പോകണം. പറഞ്ഞതനുസരിച്ചാ മതി. ജയഭാരതി, ഫോൺ കട്ടി. എന്റെ കൃഷ്ണ, നിനക്ക് ആ ട്രെയിനിൽ വെച്ച് കണ്ട ആളെങ്ങനെ ഒന്ന് പ്രേമിച്ചു കൂടായിരുന്നോ? ഞാൻ ഇടപെട്ട് എങ്ങനെയെങ്കിലും കല്യാണം നടത്തി തന്നെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയാളുടെ പടം ഞാൻ വരച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞാൻ റെഡിയാ. അയ്യോ, ഞാൻ മറന്നു. എന്താ മറന്നേ? എന്റെ ഡ്രോയിങ് പാഡ് ഞാൻ ട്രെയിനിൽ വെച്ച് മറന്നു.
എന്ത് വേണം? ഇവിടെ കുടിക്കാനായിട്ട് വാറ്റർ എടുക്കട്ടെ? വാറ്റോ? എടോ, നല്ല പൈനാപ്പിളും കപ്പയും ബാറ്ററിയും. ബാറ്ററി ബാറ്ററി സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ ബെസ്റ്റ് നട്ട്സ് ഇട്ട് വാറ്റിയ സ്വയംബൻ സൂപ്പർ സാധനം എടുക്കട്ടെ? അതല്ല, ഈ പച്ചവെള്ളം ഇല്ലേ, വെറുതെ വെള്ളം. വെള്ളം ആ ഫ്രീ അല്ലേ? ഇതില് വെള്ളമില്ലല്ലോ. ഇതോ ആ പൈപ്പിന്റെ ചോട്ടി പോയി കിട്ടും. കിട്ടും. ഞാൻ പോയി കുടിച്ചോളാം. അല്ല, എനിക്ക് രാമപുരം പോസ്റ്റ് ഓഫീസിലേക്ക് പോകാനുള്ള വഴിയൊന്ന് പറഞ്ഞുതരും. ഞാൻ പറഞ്ഞുതരാം. ഈ വഴി നേരെ പോയിട്ടേ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് വലത്തോട്ട് തിരിഞ്ഞ് ഒരു 10 അടി മുമ്പോട്ട് പോകുമ്പോ ഒന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെ ഒന്ന് വലത്തോട്ട്. അല്ല, ഈ ഇടത്തോട്ട് അവിടെ നേരെ ചെല്ലുമ്പോ തെക്കേ ഭാഗത്ത് ഒരു ആൽമരം ഉണ്ട്. ആൽമരം അല്ല, ആൽത്തറ. ആ തറയുടെ വലത്തേ ഭാഗത്തൊരു അമ്പലമുണ്ട്. അതിനോട് ചേർന്നൊരു കെട്ടിടം. ഇങ്ങനെയാണോടാ ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത്? എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. താങ്ക്സ്. കൊള്ളാലോ പടവാള്. ഇതെന്തിനാ? വെട്ടിക്കൊല്ലാൻ. ഏയ്, ചുമ്മാ പേടിപ്പിക്കാൻ. വെള്ളക്കിട്ടൊരു മാടപ്രാവിന്റെ ഹൃദയമുള്ള ആളെ പോലെ ഉണ്ടല്ലോ അല്ലേ? ഇല്ല. കേറ്. സോറി. ഇതാ പോസ്റ്റ് ഓഫീസ്. താങ്ക് യു സർ. ഓ നമസ്കാരം. നമസ്കാരം. ഇവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ അകത്തുണ്ടല്ലോ. പണം കിട്ടാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന പുതുക്കോട്ടയിൽ വീരഭദ്രന്റെ മകനാണ് താനെന്ന് തെളിയിക്കേണ്ടി വരും. ഒരു മിനിറ്റ്. ഇതാണ് എൻ്റെ ID. മാത്രമല്ല, ഇത് കണ്ടോ, ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷേ റെക്കമെൻഡേഷൻ വേണ്ടി വരും. ഈ നാട്ടിൽ ആരെങ്കിലും പരിചയമുണ്ടോ? ഇവിടെ ഇപ്പം അങ്ങനെ ഇവിടെ രാവണപുരത്ത് കിഴക്കേക്കോട്ടയിലെ ഒരു കുട്ടിയെ പരിചയമുണ്ട്. കൃഷ്ണ. പൂനെയിലൊക്കെ പഠിക്കാൻ പോയ കൃഷ്ണേന്ദു. കൃഷ്ണേന്ദു അറിയാം. കിഴക്കേക്കോട്ടയിലെ നരസിംഹ സാറിന്റെ മകള്. ആ, നരസിംഹ സാറിന് ജാമ്യം നിന്നാ മതി. ഹലോ. ഹലോ, ഞാൻ പോസ്റ്റ്മാൻ രാഘവനാ. പറ. മോനിപ്പോ ഇവിടെ കൊണ്ടാക്കിയ ആളെ അറിയൂ? ഇല്ല. ആരാണെന്ന് കേട്ടാ മോൻ ഞെട്ടും. താൻ ഞെട്ടിക്കാതെ കാര്യം പറയണോ. നിങ്ങൾ കാത്തിരുന്ന പുതുക്കോട്ടയിലെ വീരഭദ്രന്റെ മകനാവൻ.